എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 25-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ മെയ് 26-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നാളെ മെയ് 25-ാം തീയതി മുതൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. ഇതിനുവേണ്ടി 1070 കോടി രൂപ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ അനുവദിച്ചിരുന്നു. തുക വിതരണം 25 മുതൽ ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ഇത് പ്രകാരം പെൻഷൻ വിതരണം 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനാണ് സാധ്യത. അതേസമയം UDF സർക്കാരിന്റെ ആദ്യ കടമെടുപ്പ് 26-ാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. പെൻഷൻ, ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ്. പക്ഷേ ക്ഷേമ പെൻഷന്റെ തുക ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ അതിനുശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുക. അതേസമയം ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത പ്രകാരം 1800 കോടി രൂപ ക്ഷേമ ആവശ്യങ്ങളുടെ കരുതൽ ധനമായിട്ട് LDF സർക്കാർ കണ്ടുവച്ചിരുന്നു. അത് പ്രകാരമാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയത് തൊട്ട് പിറ്റേ ദിവസം തന്നെ പെൻഷൻ പ്രഖ്യാപിക്കാനായതും തുക അനുവദിക്കാനായതും എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പെൻഷൻ നാളെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 1800 കോടി രൂപ കയ്യിൽ കരുതൽ ധനമായി ഉണ്ടായിട്ട് പോലും സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് വിതരണം ചെയ്യുന്നതിന് കേവലം 300 കോടി രൂപയാണ് വേണ്ടി വന്നത്. അത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമാണ്. ഇലക്ഷന് മുമ്പ് പിണറായി സർക്കാർ വളരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള പ്രചരണ വിഷയമാക്കിയിട്ടുള്ള വലിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. അത് ഏപ്രിൽ മാസത്തിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. വെറും 2 മാസം, ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രമാണ് പിണറായി സർക്കാർ അത് വിതരണം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിലും മെയ് 9-ാം തീയതി വരെയും പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ തന്നെയാണ് ഈ ഒരു സംസ്ഥാനം മുന്നോട്ട് പോയത്. പക്ഷേ മെയ് മാസത്തെയോ ഏപ്രിൽ മാസത്തെയോ പെൻഷൻ കൊടുക്കാതെ അത് നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ എന്ന് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്നു. പക്ഷെ അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു പദ്ധതി വീണ്ടും തുടരുന്നതിന് വേണ്ടി തദ്ദേശ വകുപ്പിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും അത് ലഭിച്ചു തുടങ്ങും. ഈ മാസം മെയ് മാസത്തിലും ഉണ്ടാകില്ല, ജൂൺ മാസം മുതൽ അത് കിട്ടിത്തുടങ്ങാനാണ് സാധ്യത. അപേക്ഷാ നടപടികളൊക്കെ നിർത്തിവെച്ചിരുന്നു, സൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ ഒരു പദ്ധതി വീണ്ടും തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 ലഭിക്കുന്ന ആളുകൾക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ മാസം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും വീണ്ടും ആ ഒരു തുക ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. നാളെ തന്നെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് എങ്കിൽ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പെൻഷൻ എത്തുക. ചൊവ്വാഴ്ചയ്ക്കായിട്ട് കൂടുതൽ ആളുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞ് കയ്യിൽ പെൻഷൻ വിതരണം ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. അതിനുശേഷമായിരിക്കും ട്രഷറി മുഖാന്തരം ആ ഒരു തുക കയ്യിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്. ചൊവ്വാഴ്ച തന്നെ ട്രഷറിയിലൂടെ ഈ ഒരു പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തുകയാണ് എങ്കിൽ തുക വിതരണം നേരത്തെ ഉണ്ടാകും. ഇല്ല എങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം കയ്യിൽ പെൻഷൻ വിതരണം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. കയ്യിൽ പെൻഷൻ വിതരണത്തിന് താമസമുണ്ട്. കാരണം ബക്രീദ് അവധികളാണ് ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടുള്ളത്. കയ്യിൽ പെൻഷൻ വിതരണത്തിന് താമസമുണ്ട്. കാരണം ബക്രീദ് അവധികളാണ് ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടുള്ളത്. പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ബക്രീദ് അവധി ഒരു ദിവസം കൂടി അനുവദിച്ചു. നേരത്തെ കലണ്ടർ പ്രകാരം ബുധനാഴ്ച 27-ാം തീയതി ബുധനാഴ്ച അവധിയായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ബക്രീദ് വരുന്നത് 28-ാം തീയതി ആയതുകൊണ്ട് തന്നെ അറഫാ ദിനമായിട്ടുള്ള 27-നും ബക്രീദ് ദിനമായിട്ടുള്ള 28-നും പൊതു അവധിയായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ദിവസം സംസ്ഥാനത്ത് അവധിയാണ്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധി ബാധകമായിരിക്കും. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണം 30-ാം തീയതി അവസാനിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കളും റേഷൻ കടകളിലെത്തി മെയ് മാസത്തെ റേഷൻ വിതരണം കൈപ്പറ്റേണ്ടതാണ്. ഇതുകൂടാതെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 26-ാം തീയതി വരെ സപ്ലൈകോയിൽ നിന്നും ബക്രീദ് കിറ്റുകൾ ലഭിക്കുന്നതാണ്. അതായത് നാളെയും മറ്റന്നാളും മാത്രമാണ് ഇത് ലഭിക്കുക. 3 കിലോ ബിരിയാണി അരി, വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെയുള്ള 1000-ന് മുകളിൽ വില വരുന്ന കിറ്റ് 850 രൂപക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. സബ്സിഡി സാധനങ്ങളും ഇതിനു പുറമെ വാങ്ങാൻ സാധിക്കുന്നതാണ്.
ആധാർ ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ആധാർ എൻറോൾമെന്റ് അപ്ഡേഷൻ നടപടികളിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കുട്ടികൾ, മുതിർന്നവർ, ട്രാൻസ്ജെൻഡറുകൾ, പ്രവാസികൾ, വിദേശികൾ എന്നിവർക്ക് ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനും ഇനി മുതൽ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുള്ള രേഖകൾ നൽകണം. ആധാർ സംവിധാനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വ്യാജരേഖകൾ തടയുന്നതിനുമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 2016 ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയത്. അപ്പോൾ ഓരോ ചട്ടങ്ങളും നോക്കുകയാണ് എങ്കിൽ കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥന്റേത് വേണം എന്നുള്ളതാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് കുടുംബനാഥാധിഷ്ഠിത സംവിധാനം നിർബന്ധമാക്കി. മാതാപിതാക്കളുടെയോ നിയമപരമായി രക്ഷിതാക്കളുടെയോ സാധുവായിട്ടുള്ള ആധാർ ഇതിന് ആവശ്യമാണ്. കുട്ടികളുടെ ആധാറിലെ വിലാസം കുടുംബനാഥന്റെ ആധാറിലെ വിലാസത്തിന് തുല്യമായിരിക്കും. കുട്ടികളുടെ എൻറോൾമെന്റ് സമയത്ത് രക്ഷിതാക്കളിൽ ഒരാൾ ബയോമെട്രിക് സ്ഥിരീകരണം നൽകുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ആണ് ജനനതീയതി തെളിയിക്കുന്നതിന് നൽകേണ്ട പ്രധാനപ്പെട്ട രേഖ. മുതിർന്നവർക്കുള്ളത്, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ്, പെൻഷൻ കാർഡ്, ബാങ്ക് രേഖകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ് ബില്ലുകൾ, ഇൻഷുറൻസ് രേഖകൾ എന്നിവയിൽ ഏതെങ്കിലൊന്നും ഉൾപ്പെടും. നൽകുന്ന രേഖകളെല്ലാം അതാത് അതോറിറ്റികൾക്ക് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സംവിധാനം ഒരുക്കുക. അടുത്തത് ട്രാൻസ്ജെൻഡറുകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ഇളവുകളാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഐഡന്റിറ്റി കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ തിരിച്ചറിയൽ രേഖയായും വിലാസം തെളിയിക്കാനും ഉപയോഗിക്കാം. പേരും ലിംഗമാറ്റവും ആധാറിൽ പുതുക്കാനും ഈ രേഖകൾ മതിയാകും. ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർ, ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾ എന്നിവർക്കായി ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായി കുട്ടിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. വിലാസം തെളിയിക്കാൻ രേഖകളില്ലാത്തവർക്കായി MP-മാർ, MLA-മാർ, തഹസിൽദാർമാർ, ഗസറ്റഡ് ഓഫീസർമാർ, പഞ്ചായത്ത് അധ്യക്ഷന്മാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത സാഹചര്യങ്ങളിൽ അംഗീകരിക്കും. നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്കും OCI കാർഡുള്ളവർക്കും നൽകുന്ന ആധാറിന് 10 വർഷത്തെ കാലാവധി ഉണ്ടാകും. മറ്റ് വിദേശ പൗരന്മാരുടെ ആധാർ കാലാവധി അവരുടെ വിസയുടെയോ FRRO രജിസ്ട്രേഷന്റെയോ കാലാവധിക്ക് തുല്യമായിരിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാനാണ് പുതിയ കർശനമായിട്ടുള്ള വെരിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് അതിന് സഹായിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള ആധാറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങളിൽ ഏറ്റവും കർശനമായ നിയന്ത്രണം ഉള്ളത് ജനനതീയതിക്കും ലിംഗത്തിനുമാണ്. ജനനതീയതി ഇനി മുതൽ തന്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ആധാറിൽ മാറ്റാൻ അനുവാദമുള്ളൂ. ഈ വിവരങ്ങൾ ഒരിക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്തുക എന്നത് അതീവ സങ്കീർണ പ്രക്രിയയാണ്. മാത്രമല്ല, ആധാറിലെ പേര് മാറ്റുന്നതിനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിശ്ചിത പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് തന്റെ പേര് ജീവിതത്തിൽ 2 തവണ മാത്രമേ പുതുക്കാൻ കഴിയുകയുള്ളൂ. വിവാഹശേഷമോ മറ്റോ പേരിൽ മാറ്റം വരുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വീട്ടുപേരിലെയോ സർനെയിമിലെയോ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇത് തടസ്സമല്ല. നിങ്ങൾ താമസം മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും വിലാസം മാറ്റാവുന്നതാണ്. മൊബൈൽ നമ്പറും ഇമെയിലും നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ വിലാസമോ മാറുന്നതിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും മാറ്റം വരുത്തുന്നതിന് ഒരു പരിധി ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആധാറിലെ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും. ആധാറിലെ ഫോട്ടോയും വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാറിൽ 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായിട്ടും പുതുക്കേണ്ടതുണ്ട്. ഇത് സൗജന്യമായി ചെയ്യാവുന്നതുമാണ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പരിധി കഴിഞ്ഞ് തിരുത്താം എങ്കിൽ, അതായത് നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് ഒരാൾക്ക് പേരോ ജനനതീയതിയോ അനിവാര്യമായ കാരണങ്ങളാൽ മാറ്റണം എങ്കിൽ അതിനായി പ്രത്യേക അനുമതി ആവശ്യമാണ്. അപേക്ഷകൻ മതിയായ രേഖകളുമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിനെ നേരിട്ട് സമീപിക്കേണ്ടി വരും. ഇമെയിൽ വഴിയോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. ഇത്തരം അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന
നടത്തിയതിനു ശേഷം ബോധ്യപ്പെട്ടാൽ മാത്രം തിരുത്തുന്നതിന് അനുമതി ലഭിക്കുന്നതുമാണ്. അപ്പൊ ആധാർ ഉള്ളവർ മുഴുവനായിട്ടും ഈ കാര്യം അറിയേണ്ടതുണ്ട്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആധാർ വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പല ആനുകൂല്യങ്ങളും, കുട്ടികളുടെ പരീക്ഷ, സ്കോളർഷിപ്പ്, കർഷകർക്കുള്ള കൃഷി ആനുകൂല്യങ്ങൾ, വിള ഇൻഷുറൻസുകൾ, സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സംസ്ഥാനത്തു നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, ഇവയെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.